Welcome to Polar English class. Today we have 5th standard English. Today we are going to the end of this unit. Now activity 7. All of you take your text and turn to page number 27. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആക്ടിവിറ്റി 7ലേക്ക് നമുക്ക് കടക്കാം. Please listen here. Let's play a game. Form 2 groups. Each group can select one set of instructions from the table given below. അപ്പോൾ നമുക്കൊരു ഗെയിമാണ്. 2 ഗ്രൂപ്പ് ഫോം ചെയ്യണം. എന്നിട്ട് ഇവിടെ 2 ബോക്സിലായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ എയും ഇൻസ്ട്രക്ഷൻ ബിയും. അപ്പോൾ ഏത് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിലും ഗ്രൂപ്പ് എയ്ക്കും ഗ്രൂപ്പ് ബിയും ആയിട്ട് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് എ ഹാസ് ടു ഗിവ് ദ ഇൻസ്ട്രക്ഷൻസ് അലൗഡ് ആൻഡ് ഗ്രൂപ്പ് ബി ഹാസ് ടു ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോൾ എ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, അതനുസരിച്ച് ഗ്രൂപ്പ് ബി ആക്ട് ചെയ്യുന്നു. ഇഫ് ദ ആക്ഷൻ ഈസ് കറക്റ്റ് ഗ്രൂപ്പ് ബി വിൽ ഗെറ്റ് 5 പോയിൻറ്റ്സ്. അപ്പം കറക്റ്റാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 5 പോയിൻറ്റ്സ് കിട്ടും. ഇഫ് ദ ആക്ഷൻ ഈസ് റോങ് ഗ്രൂപ്പ് എ ക്യാൻ ഡു ഇറ്റ് കറക്റ്റ്ലി. അപ്പം ബി ചെയ്യുന്ന ആക്ഷൻ തെറ്റാണെങ്കിൽ ഗ്രൂപ്പ് എ അത് കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി ക്യാൻ ഗീവ് ഇൻസ്ട്രക്ഷൻസ് ഓൾട്ടർനേറ്റീവ്ലി. അപ്പോൾ ആദ്യം എക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ബി അത് ചെയ്യുന്നു. പിന്നീട് ബിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ അടുത്ത കോളത്തിൽ നിന്ന് കൊടുക്കാം, അപ്പോൾ എ അത് ചെയ്യുന്നു. ആ രീതിയിൽ നമ്മുടെ ഗെയിം കണ്ടിന്യൂ ചെയ്തു പോകണം. കോളം എ, കീപ് ദ ബാറ്റ് അണ്ടർ ദി ടേബിൾ, throw the ball up in the air, put the ball in the box, hang the picture on the wall, move your hands up and down 4 times, go and stand beside the blackboard. Column B, keep the bag on the desk, put the chalk in the box, go and stand between the desk and the bench, jump over the bench, place the notebook on the shelf, take the ball from the box. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വായിച്ച സമയത്ത് ഞാനൊന്ന് സ്ട്രെസ്സ് ചെയ്ത് പറയാൻ ശ്രമിച്ചു. ആ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കോളം എയിൽ നമ്മൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ വേർഡ്സ് അണ്ടർ, അപ്പ്, ഇൻ, ഓൺ, ഡൗൺ, ബിസൈഡ്. കോളം ബിയിലത് ഓൺ, ഇൻ, ബിറ്റ്വീൻ, ഓവർ, ഓൺ, ഫ്രം. അപ്പോഴാ ഈ വേർഡ്സിന് നമ്മളൊരു പേര് പറയും, പ്രിപ്പോസിഷൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഈ ടെക്സ്റ്റിനകത്ത് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സിന് പറയുന്ന പേരാണ് പ്രിപ്പോസിഷൻസ്. എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് വിത്ത് എ നൗൺ ഓർ പ്രോനൗൺ ടു ഷോ ഡിറക്ഷൻ, ലൊക്കേഷൻ ഓർ ടൈം എക്സെട്ര. അപ്പം ഇനി മറ്റൊരു ആക്ടിവിറ്റിയും കൂടി ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. നൗ ലെറ്റ്സ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻസ്. ട്രൈ ടു ഫൈൻഡ് ഔട്ട് സിമിലർ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ദ മിറർ ആൻഡ് ആഡ് ദം ടു ദി ലിസ്റ്റ്. അപ്പം നിങ്ങൾ 2 ലിസ്റ്റ് തയ്യാറാക്കണം. ഒരു ലിസ്റ്റിൽ വേർഡ്സ് ഫ്രം ദ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഇൻസ്ട്രക്ഷൻ എയിലും ബിയിലുമായിട്ട് കൊടുത്തിരിക്കുന്ന ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ്, അതായത് പ്രിപ്പോസിഷൻസ് ഒരു സൈഡിൽ എഴുതണം. പിന്നെ നമ്മൾ ദ മിററിനകത്ത് വായിച്ച് ആ സ്റ്റോറിയിൽ വായിച്ച് ഇതുപോലുള്ള വേർഡ്സ് കണ്ടുപിടിച്ച് ഇതുപോലുള്ള പ്രിപ്പോസിഷൻസ് കണ്ടുപിടിച്ച് അടുത്ത കോളത്തിൽ എഴുതുക. അപ്പം അതാണ് ആക്ടിവിറ്റി 7ൻ്റെ ഒരു ഭാഗം. All of you turn your text, page number 28. Let's complete the following instructions to prepare vegetable salad choosing prepositions from the following. അപ്പം വെജിറ്റബിൾ സലാഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ പ്രിപ്പോസിഷൻ ചേർത്തത് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തേത് ടേക്ക് ഓനിയൻസ്, ടൊമാറ്റോസ്, ചില്ലീസ് ആൻഡ് കുക്കുംബർ, ഡാഷ് ദി വെജിറ്റബിൾ ബാസ്ക്കറ്റ്. അവിടെ എന്ത് പ്രിപ്പോസിഷൻ ആയിരിക്കും വരേണ്ടത്? തന്നിരിക്കുന്ന പ്രിപ്പോസിഷൻസ് ഇൻ, വിത്ത്, ഓൺ, ഇൻറ്റു, ഫ്രം, ടു, ഓ. നമ്മുടെ ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പോസിഷൻ ഏതാണ്? ടേക്ക് ഓനിയൻസ്, ടൊമാറ്റോസ്, ചില്ലീസ് ആൻഡ് കുക്കുംബർ
ഫ്രം ദി വെജിറ്റബിൾ ബാസ്ക്കറ്റ്. അവിടെ വരേണ്ടത് ഫ്രം ദി വെജിറ്റബിൾ ബാസ്ക്കറ്റ്. അടുത്ത ഇൻസ്ട്രക്ഷൻ, ആഫ്റ്റർ വാഷിംഗ് ദം കീപ് ദം ഡാഷ് എ പ്ലേറ്റ്. കീപ് ദം ഓൺ എ പ്ലേറ്റ്. കീപ് ദം ഓൺ എ പ്ലേറ്റ്. അടുത്തത്, കട്ട് ദ വെജിറ്റബിൾസ് ഡാഷ് സ്മാൾ പീസസ്. കട്ട് ദ വെജിറ്റബിൾസ് ഇൻറ്റു സ്മോൾ പീസസ്. അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കിയേ, ആഡ് സോൾട്ട് ആൻഡ് പെപ്പർ ഡാഷ് ദി സലാഡ് ടു ദി സലാഡ്. ആഡ് salt and pepper to the salad. Then garnish it dash coriander leaves. Garnish it with garnish it with coriander leaves. Last, serve the salad dash a bowl in a bowl. Serve the salad in a bowl. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഡിറ്റിങ്ങിന് ഉള്ളതാണ്. അപ്പോൾ മിസ്റ്റേക്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മളത് കറക്റ്റ് ചെയ്ത് എഴുതണം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദെയർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ഇറ്റ്. ദേ ആർ അണ്ടർലൈൻഡ്. അൻവർ ഗോസ് ടു മീറ്റ് ഹിം uncle yesterday. His uncle is a engineer. His apartment is between the post office at the city square. His uncle with his aunt are very friendly to Anwar. He to be loves with his uncle's family. ഇപ്പോൾ ഇതിനകത്ത് തെറ്റാണ് ഞാൻ ഈ വായിച്ചത്, നമ്മളത് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ എന്താ പറയുന്നത്, അൻവർ ഗോസ് അല്ല, അവിടെ വരുന്നത് പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. വെൻറ്റ് ടു മീറ്റ് ഹിം അല്ല, പകരം പൊസസീവ് പ്രോനൗൺസ് നമ്മൾ പഠിച്ച്. To meet his uncle yesterday. Then അടുത്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അടുത്തൊരു സെൻറ്റൻസ് തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഹിസ് അങ്കിൾ ഈസ് എ എഞ്ചിനീയർ നമ്മൾ പറയുമോ? ഇല്ല, ആൻ എഞ്ചിനീയർ. ഹിസ് അങ്കിൾ ഈസ് ആൻ എഞ്ചിനീയർ. ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഈസ് ഡാഷ് ദ പോസ്റ്റ് ഓഫീസ്. ഈസ് നിയർ ദ പോസ്റ്റ് ഓഫീസാണ് അവിടെ വരുന്നത്, നിയർ. കാരണം ബിറ്റ്വീൻ വരണമെങ്കിൽ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളുടെ ഇടയ്ക്ക് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഈസ് നിയർ ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദ സിറ്റി സ്ക്വയർ. ഹിസ് അങ്കിൾ വിത്ത് ഹിസ് ഓണ്ട് അല്ല, ആൻഡ് ഹിസ് ഓണ്ട്. ഹിസ് അങ്കിൾ ആൻഡ് ഹിസ് ഓണ്ട് ആർ വെരി ഫ്രണ്ട്ലി ടു അൻവർ. ഹി loves to be with his uncle's family. He loves to be with his uncle's family. ഇനി അടുത്ത പേജ് നമ്പർ 29. പ്രോജക്റ്റ് വർക്ക്, വേർഡ് ബക്കറ്റ്. Read the following tongue twister as fast as you can. അപ്പം നിങ്ങളെക്കൊണ്ട് ഒത്തിരി നല്ല സ്പീഡില്ല, നമുക്കറിയാമല്ലോ ടങ് ട്വിസ്റ്റേഴ്സ്, അത് നല്ല സ്പീഡിൽ പറഞ്ഞു നോക്കാൻ. ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ, അത് പറഞ്ഞു നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ ലുക്ക് അറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. സീഷെൽസ് ആർ ഷെൽസ് ഓഫ് ബീയിങ്സ് ഇൻ ദ സീ. സീഷോർ ഇസ് ദ ഷോർ ഓഫ് ദ സീ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് സം അതർ വേർഡ്സ് റിലേറ്റഡ് ടു സീ. സിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കുറേ വേർഡ്സ് നമ്മൾ കണ്ടെത്തണം. ലിസ്റ്റ് ദം ഔട്ട്. റെഫർ ടു എ ഡിക്ഷണറി ടു ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. കളക്ട് പിക്ചേഴ്സ് ടു ആൻഡ് കമ്പൈൽ എ പിക്ചർ ഗ്ലോസറി. അപ്പം ഇങ്ങനെയുള്ള വേർഡ്സ് കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മീനിങ്സ് കാണിക്കുന്ന, അതെന്താണെന്ന് കാണിക്കുന്ന അതിൻ്റെ ഇമേജസ് കൂടി കളക്ട് ചെയ്ത് ഒരു പിക്ചർ ഗ്ലോസറി തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ സിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വേർഡ്സ് എന്തൊക്കെയാണ്? സീ ഹോഴ്സ്, സീ ഷോർ, then sea plane, then seagull. ഇത്രയായപ്പം സി ആയിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് ആയി. ഇനി അടുത്തത്, യു മേ ഓൾസോ കളക്ട് വേർഡ്സ് റിലേറ്റഡ് ടു റിവർ, ഡിസേർട്ട്, റെയിൻ, സ്കൈ ആൻഡ് മൗണ്ടൻ. അപ്പം റിവറുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് എന്തൊക്കെയാണ്? റിവർ സാൻഡ്,
റിവർ വാട്ടർ, റിവർ ബോട്ട്, റിവർ ഫിഷ്. അടുത്തത് ഡെസേർട്ട്. ഡെസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ്: ഡെസേർട്ട് ബേർഡ്, ഡെസേർട്ട് സാൻഡ്, ഡെസേർട്ട് പ്ലാന്റ്, ഡെസേർട്ട് സ്റ്റോം. ദെൻ റെയിൻ. റെയിനുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ്: റെയിൻബോ, റെയിൻ ഡ്രോപ്സ്, റെയിൻ കോട്ട്, റെയിൻ ഫോറസ്റ്റ്. ഇനി അടുത്തത് സ്കൈ ആണ്. സ്കൈയുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ്: സ്കൈലാർക്ക്, സ്കൈ ലൈൻ, സ്കൈ ക്യാപ്പ്, സ്കൈ സ്ക്രാപ്പർ. ഇനി അടുത്ത വേർഡ് മൗണ്ടൻ. മൗണ്ടനുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ്: മൗണ്ടൻ റേഞ്ച്, മൗണ്ടൻ ടോപ്പ്, മൗണ്ടൻ ലയൺ, മൗണ്ടൻ മാൻ. അപ്പം ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നിങ്ങൾ പിക്ചേഴ്സൂടെ ഒക്കെ കളക്ട് ചെയ്ത് നല്ല ഒരു ഗ്ലോസറിയുടെ ഒരു പിക്ചർ ഗ്ലോസറി നിങ്ങൾക്ക് തയ്യാറാക്കാം. വേർഡ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വേർഡ്സിന് ഉള്ള ഇമേജസ് കൂടി കളക്ട് ചെയ്ത് നല്ലൊരു പിക്ചർ ഗ്ലോസറി കമ്പൈൽ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കിവിടെ നമ്മുടെ ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കും. ഓക്കെ.